നമുക്കിന്ന് ബീഫ് പുലാവ് ഉണ്ടാക്കാം. ബീഫ് പുലാവ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിന്ന് 900 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. ചെറിയ പീസാണ്, കുഴപ്പമില്ല. അത് എടുത്ത് നമ്മൾ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. നമുക്ക് വേണ്ട എസൻസ്: ഒരു തക്കോലം എടുത്തിട്ടുണ്ട്, 3 ഏലക്ക, സ്വല്പം പട്ട എടുത്തിട്ടുണ്ട്, കറി ലീവ്സ് എടുത്തിട്ടുണ്ട്, കുറച്ച് വലിയ ജീരകം എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ബീഫിലേക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. നമുക്കിനി വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് വേണ്ടത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ചതച്ചാണ് കേട്ടോ. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അരമുറി തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഒരു സ്റ്റോക്ക് ഇട്ട് കൊടുക്കാം. മാഗിയുടെ സ്റ്റോക്കാണ്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. സ്റ്റോക്ക് ഇട്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ടാൽ മതി. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. വലിയ മസാലയൊന്നും ചേർക്കുന്നില്ല, ഇത്രയും മാത്രം മസാല ചേർത്താൽ മതി. നമുക്ക് അടുത്തതായിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഇട്ട ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാവുന്നതാണ്. നല്ലപോലെ ഒരു കളർ മാറുന്ന വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ബീഫ് ആകുമ്പോഴേക്കും നമുക്ക് 3 സവാള എടുക്കാം, മീഡിയം സൈസ്, 2 പച്ചമുളക്, കുറച്ച് കരിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. നമുക്കിനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നല്ലപോലെ ഇളക്കി നല്ലപോലെ വഴറ്റിയെടുക്കാവുന്നതാണ് സവാള. നമുക്കിതിനകത്തിട്ട് കുറച്ച് 2 ഏലക്ക, കുറച്ച് പട്ട, കുറച്ച് ഇതോടെ ഇട്ട് നല്ലപോലെ ഇളക്കാവുന്നതാണ്. പട്ടയും ഗ്രാമ്പും ഇട്ടിട്ടുണ്ട്. ഏലക്ക, പട്ട, ഗ്രാമ്പു എല്ലാം കുറച്ചിട്ടാൽ 2 ഏലക്ക, കുറച്ച് പട്ട, 3 ഗ്രാമ്പു. നമുക്കിതിന് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. അരമുറി തക്കാളി ബാലൻസ് ഉണ്ടായിരുന്നു. അരമുറി തക്കാളി ചേർത്ത് നല്ലതായിട്ട് വഴറ്റാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിയിലൂടെ ചേർക്കാവുന്നതാണ്. നമുക്കിനി ആവശ്യത്തിന് പൊടി ഐറ്റംസ് എടുക്കാവുന്നതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ബീഫ് മസാല, കുറച്ച് ഗരം മസാല, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ചേർക്കാവുന്നതാണ്. എല്ലാം കുറച്ച് വരെ എടുത്താൽ മതി. എല്ലാം കൂടെ നമുക്ക് നല്ലപോലെ യോജിപ്പിക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിനകത്തോട് ചേർക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് തൈര് കൂടെ നമുക്ക് ചേർക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. നമുക്ക് ചെറിയ തീയിൽ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ബീഫ് നല്ലപോലെ മിക്സ് ചെയ്ത് തൈരൊക്കെ മിക്സ് ചെയ്ത് നല്ലപോലെ വേവിച്ചെടുക്കാം. ചെറിയ തീ വെക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുക. നമുക്ക് അരി വേവിക്കാൻ വേണ്ടി വെള്ളം വെക്കാവുന്നതാണ്. നമ്മൾ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ച് 6 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇത് ആക്ച്വലി നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ചിരുന്ന വെള്ളം ഉണ്ടായിരുന്നു. ഇത് 3 ഗ്ലാസോളം ഉണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് 3 ഗ്ലാസ് ഒഴിച്ചാണ് നമ്മളിതിനെ ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ബീഫിനകത്തോട്ട് ഒഴിക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് തിളച്ച് വെള്ളം ഇതിനകത്തോട്ട് ബീഫിൻ്റെ അകത്തോട്ട് ചേർക്കാം. നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ആവശ്യം ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് മല്ലിയില ഇട്ട് നമുക്ക് റൈസ് ഇടാവുന്നതാണ്. നമുക്ക് നല്ലപോലെ റൈസും ഇത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. നമുക്ക് നല്ലപോലെ ഫോയിൽ പേപ്പർ വെച്ച് നല്ലപോലെ അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് വേവിക്കാം. നമ്മുടെ ബീഫ് പുലാവ് നമുക്ക് തുറന്ന് നോക്കാവുന്നതാണ്. 20-25 മിനിറ്റോളം നമ്മൾ വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കാവുന്നതാണ്. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. 25 മിനിറ്റ് വേവിച്ചാൽ മതി.
അടിപൊളിയായിട്ട് സ്വാദിഷ്ടമായ നമ്മുടെ ബീഫ് പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വിളമ്പാവും. എങ്ങനെയുണ്ട് ചെയ്യാം? അടിപൊളി.